അതിവേഗ ബുള്ളറ്റ് ട്രെയിനിന്റെ പുതുക്കിയ മോഡൽ അവതരിപ്പിച്ച് ചൈന. പരീക്ഷണ സമയത്ത് അതിന്റെ വേഗത മണിക്കൂറിൽ 450 കിലോമീറ്റർ ആയിരുന്നു. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ അതിവേഗ ട്രെയിനായി ഇത് മാറിയെന്ന് ഈ ട്രെയിൻ വികസിപ്പിച്ചെടുത്ത ചൈന സ്റ്റേറ്റ് റെയിൽവേ ഗ്രൂപ്പ് കോ അവകാശപ്പെടുന്നു. ചൈന തങ്ങളുടെ അതിവേഗ ബുള്ളറ്റ് ട്രെയിനിന്റെ പുതുക്കിയ മോഡൽ അവതരിപ്പിച്ചു. പരീക്ഷണ സമയത്ത് അതിന്റെ വേഗത മണിക്കൂറിൽ 450 കിലോമീറ്റർ ആയിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയ അതിവേഗ ട്രെയിനായി ഇത് മാറിയെന്ന് ഈ ട്രെയിൻ വികസിപ്പിച്ചെടുത്ത ചൈന സ്റ്റേറ്റ് റെയിൽവേ ഗ്രൂപ്പ് കോ അവകാശപ്പെടുന്നു. ചൈന സ്റ്റേറ്റ് റെയിൽവേ ഗ്രൂപ്പ് കോ പറയുന്നതനുസരിച്ച് CR450 പ്രോട്ടോടൈപ്പ് എന്നറിയപ്പെടുന്ന പുതിയ മോഡൽ യാത്രാസമയം കൂടുതൽ കുറയ്ക്കുകയും കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുകയും ചെയ്യും. പ്രവർത്തന വേഗത, ഊർജ ഉപഭോഗം, ആന്തരിക ശബ്ദം, ബ്രേക്കിംഗ് ദൂരം എന്നിവയ്ക്കൊപ്പം CR450 പ്രോട്ടോടൈപ്പ് മണിക്കൂറിൽ 450 കിലോമീറ്റർ എന്ന പരീക്ഷണ വേഗത കൈവരിച്ചതായി ചൈനീസ് മാധ്യമമായ സിൻഹുവായുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കി. മണിക്കൂറിൽ 350 കിലോമീറ്റർ വേഗതയിലോടുന്ന നിലവിൽ സർവീസ് നടത്തുന്ന CR400 ഹൈസ്പീഡ് റെയിലിനേക്കാൾ വളരെ വേഗതയുള്ളതാണിത്. CR450 വേഗതയേറിയത് മാത്രമല്ല, കാര്യക്ഷമതയിലും പ്രകടനത്തിലും മെച്ചപ്പെടുത്തലുകളും ഉണ്ട്. ഇത് 12% ഭാരം കുറഞ്ഞതാണ്, 20% കുറവ് ഊർജം ഉപയോഗിക്കുന്നു. കൂടാതെ അതിന്റെ മുൻഗാമിയെ അപേക്ഷിച്ച് ബ്രേക്കിംഗ് പ്രകടനത്തിൽ 20% വർധനവുമുണ്ട്. ചൈന റെയിൽവേ പ്രോട്ടോടൈപ്പിനായി ലൈൻ ടെസ്റ്റുകളുടെ ഒരു പരമ്പര ക്രമീകരിക്കുകയും CR450 വാണിജ്യ സേവനത്തിലേക്ക് എത്രയും വേഗം പ്രവേശിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ സാങ്കേതിക സൂചകങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യുകയും ചെയ്യും. ഏറ്റവും പുതിയ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ചൈനയുടെ പ്രവർത്തന HSR ട്രാക്കുകൾ രാജ്യത്തെ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നു. ഏകദേശം 47,000 കിലോമീറ്ററിൽ എത്തിയിട്ടുണ്ട്. HSR നെറ്റ്വർക്ക് വിപുലീകരണം രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക വികസനത്തിലും യാത്രാ സമയം കുറയ്ക്കുന്നതിലും റെയിൽവേ റൂട്ടുകളിൽ വ്യാവസായിക വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിലും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് ചൈന പറയുന്നത്. അതേസമയം ലോകത്തിലാദ്യമായി കാർബൺ ഫൈബറിൽ ട്രെയിൻ നിർമ്മിച്ചത് ചൈനയാണ്. പരിസ്ഥിതി സൗഹാർദ്ദമുള്ള സാങ്കേതിക വിദ്യകളിലേക്കുള്ള ചൈനയുടെ മുന്നേറ്റത്തിന്റെ പ്രതീകമായിരുന്നു ഈ ട്രെയിൻ എന്ന നിർമ്മാതാക്കളായ CRRC കോർപ്പറേഷൻ വ്യക്തമാക്കിയിരുന്നു. നിർമ്മാണ സാമഗ്രി ഉപയോഗിച്ച് നിർമ്മിച്ച മെട്രോ ലോകത്തെവിടെയും വാണിജ്യാടിസ്ഥാനത്തിൽ ഓടുന്നില്ല. അത്യാഡംബര സ്പോർട്സ് കാറുകളിലും മറ്റുമാണ് നാം കാർബൺ ഫൈബർ ഒരു നിർമ്മാണ സാമഗ്രിയെ കണ്ടിട്ടുള്ളത്. കാർബൺ ആറ്റങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഈ വസ്തു ലോകത്തിലെ തന്നെ ഏറ്റവും ഉറപ്പേറിയ നിർമ്മാണ സാമഗ്രിയാണ് എന്നാണ് അറിയപ്പെടുന്നത്. ഭാരവും നന്നേ കുറവാണ്. ഉറപ്പേറുന്നതിനൊപ്പം ചെലവും ഏറും എന്നതിനാലാണ് സാധാരണ കാറുകളിലൊന്നും ഇവ കാണാത്തത്. ചൈനയിലെ മെട്രോറെക് നിർമ്മാതാക്കളായ CRRC കിങ്ഡാവോ സിവാങ് കമ്പനിയാണ് ഈ മെട്രോ ട്രെയിനിന്റെ നിർമ്മാതാക്കൾ. ഭാരക്കുറവുള്ളതിനാൽ തന്നെ അങ്ങേയറ്റം ഊർജ്ജക്ഷമത ഉള്ളതാണ് ഈ ട്രെയിൻ. ഊർജ്ജക്ഷമതയ്ക്ക് പുറമേയുള്ള മറ്റൊരു ഗുണം ഈ ട്രെയിനുകൾ ദീർഘകാലം നിലനിൽക്കും എന്നത് തന്നെയാണ്. കാർബൺ ഫൈബർ എന്ന സാമഗ്രിയുടെ പ്രത്യേകതയും ഇതുതന്നെയാണ്. ലോഹങ്ങളെ പോലെ ദ്രവിക്കുന്നില്ല കാർബൺ ഫൈബർ. ഇതിന്റെ ഫാക്ടറി ടെസ്റ്റുകളെല്ലാം വിജയകരമായി തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞിരുന്നു. ബോഡി പൂർണ്ണമായും കാർബൺ ഫൈബറിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ട്രെയിനിന്റെ ബോഡിയുടെ ഭാരം സാധാരണ ട്രെയിനുകളുടേതിനേക്കാൾ 25% കുറവുമായിരുന്നു. ബോഗി ഫ്രെയിമിന്റെ ഭാഗമാണെങ്കിൽ 50% കുറഞ്ഞു കിട്ടിയിട്ടുമുണ്ട്. അതും കാർബൺ ഫൈബർ ഉപയോഗത്തിലൂടെയാണ്. ട്രെയിൻ മൊത്തത്തിലെടുത്താൽ സാധാരണ ട്രെയിനുകളേക്കാൾ 11% ഭാരക്കുറവുണ്ട് കാർബൺ ഫൈബർ ട്രെയിനിന്. ഇത് ട്രെയിനിന്റെ ഊർജ്ജ ഉപഭോഗത്തിൽ 7% കുറവുണ്ടാക്കും. സാമ്പത്തിക നേട്ടത്തിന് പുറമെ കാർബൺ പുറന്തള്ളലിന്റെ അളവ് 130 ടൺ വരെ കുറയ്ക്കാനും സാധിക്കും. 6.7 ഹെക്ടർ ഭൂമിയിൽ മരം നടന്നതിന് തുല്യമായ കാർബൺ നിയന്ത്രണമാണിതെന്ന് പറയപ്പെടുന്നു. ട്രെയിനിന്റെ ചീഫ് ഡിസൈനറായ ലിയു ജുൻസ് ഇതിനെപ്പറ്റി അഭിപ്രായപ്പെട്ടതും ഇതുതന്നെയാണ്. വാണിജ്യാവശ്യത്തിനാണ് ഈ ട്രെയിൻ നിർമ്മിച്ചിരിക്കുന്നതെന്ന് കമ്പനി വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.